പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ ഒരു പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് അനുവദനീയമായി തന്നു. ഈ പ്രഭാതത്തിലും ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങളുടെ അടുക്കൽ ഈ പ്രഭാത ചിന്തയുമായി കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട മനോഹര നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും തരുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ്. ആ വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. അവിടെ പ്രാർത്ഥനയ്ക്കായി കർത്താവ് ചിലവഴിക്കുന്ന ഒരു സമയം. നമുക്കറിയാം, ലോകത്തിലെ സകല മതസ്ഥരും ഒരുപോലെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓരോ മതത്തിനും വ്യത്യസ്തമായ തലങ്ങളും വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ നിലപാടുകളും പ്രാർത്ഥനയിൽ അവർ അവലംബിക്കുന്നുണ്ട്. എന്നാൽ ഒരു ക്രൈസ്തവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ കൂടാനാവാത്ത ഒരു അവിഭാജ്യമായ ഘടകമാണ്. പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ഭക്തൻ ഇങ്ങനെ എഴുതി, പ്രാർത്ഥന സ്വർഗത്തെ തുറക്കുന്ന താക്കോലാണ്. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കുവാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ്, ദ പ്രയോറിറ്റി? പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം പ്രയോറിറ്റി കൊടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടിയും കർത്താവ് തരുന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒന്ന് തിരിഞ്ഞു നോട്ടം നടത്തിയാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ സബലീകൃതമായിട്ടുള്ള നിലയിൽ നമ്മൾ അതിനെ കണ്ടെത്തിയിട്ടുള്ളത് വളരെ വളരെ ആനന്ദകരമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതിലും അപ്പുറമാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അടുക്കലാണ് നാം വന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുന്ന ഒരു തലം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം പ്രയോറിറ്റി, ഇമ്പോർട്ടൻ്റ് കൊടുക്കുവാനുള്ള കാരണം, 3.5 വർഷത്തെ ഈ ലോക ജീവിതത്തിലെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ എടുത്താൽ നമുക്കറിയാം, പ്രാർത്ഥനയാലാണ് താൻ ഒരു ലോകം മുഴുവനും കീഴടക്കിയത്. ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകളിലും അലയടിക്കുന്ന സുവിശേഷത്തിൻ്റെ ദീപശിഖ ഗെത്സമനയിലെ പ്രാർത്ഥന മാത്രമായിരുന്നില്ല. കർത്താവിൻ്റെ അടുക്കൽ എപ്പോഴൊക്കെ സമയം ലഭിക്കുമോ അങ്ങനെയുള്ള സമയം നോക്കിയായിരുന്നില്ല, മറിച്ച് താൻ എപ്പോഴും പ്രാർത്ഥനയിൽ മുന്നേറിയിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ശൈലി നിങ്ങളെടുത്തേ. ഗ്രൂപ്പായിട്ടുള്ള പ്രാർത്ഥന കർത്താവ് നടത്തിയിട്ടുണ്ട്, ഏകനായിട്ടുള്ള പ്രാർത്ഥന കർത്താവ് നടത്തിയിട്ടുണ്ട്, കോമൺ ആയിട്ട് വലിയ നിലകളിൽ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലികൾ കർത്താവ് അവലംബിച്ചിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥനയുടെ
ഒരു ഭരണിതബലം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ശരിയായ രൂപാന്തരം വരുത്തുന്നത് പ്രാർത്ഥനയാണ്. ആകയാൽ പ്രിയരെ, പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും പാകപ്പെടാത്ത രൂപപ്പെടാത്ത ഇതുവരെയും നീക്കിക്കളയുവാൻ പറ്റാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആകയാൽ പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളെ നടത്തി എടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ മുട്ടുമടക്കൂ. പ്രാർത്ഥന ഒരു വിജയകരമായ താക്കോലായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാത സന്ദേശം ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. സകല നന്മകളാലും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. മാനവും മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.